ഇപ്പം കുറേ ദിവസമായി ലൈവിലൊക്കെ വന്നിട്ട് അങ്ങനെ ഇത്തിരി അകന്നകം നിൽക്കുകയാണ് മാനസവും ഞാനും തമ്മിൽ. വേറെ ഒന്നുമല്ല, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. ഇന്നലത്തെ ഉത്സവം, പിന്നെ മീറ്റിങ്ങിന് പോയി. ഇന്നലെയായിരുന്നു മീറ്റിങ്. പിന്നെ കുറേ തിരക്കുകളാണ്. ഏതായാലും ഇന്നലെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കരുതിയൊരു കാര്യമാണ്, എന്തായാലും ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ എൻ്റെ ആ ഒരു അനുഭവം എന്താണ് SBI ലൈഫിന് ഒപ്പം ഉള്ളത് എന്ന് എല്ലാവരോടും ഒന്ന് പറയണമെന്ന് തോന്നി. കാരണം നമ്മൾ ഇപ്പം ഒരുപാട് ഇൻഷുറൻസിനെ കുറിച്ചും പ്ലാൻസിനെ കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ട്, പല കമ്പനികളുടേത്, ചെറുതും വലുതുമായിട്ടുള്ള. പക്ഷേ എനിക്ക് SBI ലൈഫിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി എന്ന് പറയുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതാണ്. അതായത് നമുക്ക് നമ്മുടെ ഓഫീസിലെ എല്ലാവരും തന്നെ നല്ല ഒരു സഹകരണമാണ്. അവിടെ ഒരു പൊസിഷൻ എന്നതിനപ്പുറത്തേക്ക് എല്ലാവരും നല്ല ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ചാടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്നവരാണ് എല്ലാവരും. അവിടെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ മാനേജറാണെങ്കിൽ തന്നെ നല്ല ഒരു സഹകരണമുള്ള, കടുപിടുത്തം പിടിച്ചിങ്ങനെ ഭയങ്കര ഇതായിട്ടൊന്നും നടക്കുന്ന ആൾക്കാരല്ല. നേരെ തന്നെ വേറൊന്ന് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 2 മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തു. 2 മീറ്റിങ്ങിലും നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ എല്ലാ ബ്രാഞ്ചിൽ നിന്നും എവിടെയാണോ സ്ഥലം അവിടേക്ക് പിന്നെ ബസ് ഉണ്ടാകും, നമുക്ക് പോവുക, തിരിച്ചു കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. നമുക്ക് ചിലവുകളൊന്നുമില്ല. രാവിലത്തെ ഫുഡായാലും കുടിക്കാൻ വെള്ളമായാലും പിന്നീടുള്ള ഫുഡായാലും എന്തുവായാലും നമുക്ക് എല്ലാം അവർ ചെയ്തു തരും. നമുക്കൊരു പ്രത്യേക ട്രീറ്റാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെഡൊക്കെ വരുമ്പോഴും അവരെല്ലാവരും തന്നെ നമ്മളെ ഒരിക്കലും ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സ്ട്രിക്റ്റോ കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നമ്മളോട് നല്ല രീതിയിൽ, ഒരു പക്ഷേ അതവരുടെ ഒരു പോളിസി ആവാം. കാരണം നമുക്കാര് ശമ്പളമൊന്നും തരുന്നില്ലല്ലോ. അപ്പം ശമ്പളം കൊടുക്കുന്നവർക്കല്ലേ ഒരു സ്ട്രിക്റ്റായിട്ട് അങ്ങനെ ഇങ്ങനെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുന്നതിന് മാത്രമാണ് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത്. അപ്പോൾ അവരാ രീതിയിലാണ് നമ്മളോടതുകൊണ്ട് പെരുമാറുന്നത്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സഹകരണമാണ്. തിരിച്ചു വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും നല്ല ഇതിലൊക്കെ നിന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സ്റ്റെപ്പൊക്കെ വെച്ച് എല്ലാവരും അതിനകത്ത് പങ്കുചേരും. പക്ഷെ ഞാൻ നോക്കി എല്ലാവരും നന്നായിട്ടുണ്ട് ഒന്ന് കൈയൊക്കെ കൊട്ടി പ്രോത്സാഹിപ്പിക്കും എന്നല്ലേ ഉള്ളൂ എനിക്ക്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നവരുണ്ട്. എല്ലാവരും എന്തായാലും മനസ്സ് ഹാപ്പിയാവും ഒന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇന്നലെ ആണെങ്കിൽ രസകരമായ കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെല്ലുമ്പം നമുക്ക് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചസിലെയും ആളുകളുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ബസ്സിലിങ്ങനെ വന്നെല്ലാവരും ഓരോ സ്ഥലത്തും പാർക്ക് ചെയ്യാൻ ഉള്ള സ്ഥലമുണ്ട്, ഓരോ ഏരിയയ്ക്കുള്ളത്. അവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും വന്നു. ആനയില്ലെങ്കിലും ഇപ്പം വേറെ പുതിയൊരു ആനയെ കിട്ടുമല്ലോ. ഞാനത് ഓർത്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതുപോലുള്ള ആനകൾ ഇനി അങ്ങോട്ട് ഉത്സവത്തിനൊക്കെ ആയ ആളുകൾക്ക് സമാധാനമായിട്ട് അവിടെ പോയിരിക്കാം. ആനയ്ക്ക് പ്രത്യേകം വലിയ ചിലവുണ്ട്. ഇതിന് ഈ ഇങ്ങനെയുള്ള ഒരു ആനയുടെ ചിലവും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ലെങ്കിലും എന്തായാലും അതിനെ ഇങ്ങനെ ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവർക്കും അതിൻ്റെ അടുത്ത് പോയി നിൽക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആൾക്കാർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആനയൊക്കെ ഉണ്ട്. കുറ്റിപ്പൊട്ടമൊക്കെ ഇട്ട് നല്ല സുന്ദരനായിട്ട് അവിടെ നിൽപ്പുണ്ട്. മുത്തുക്കുട, പിന്നെ പഞ്ചവാദ്യം, അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മളെ വെൽക്കം ചെയ്യുന്നു. രാവിലെ ചായയൊക്കെയാണ്. രാവിലത്തെ നമുക്ക് ഫുഡൊക്കെ നമ്മൾ ചെന്നപ്പം തന്നെ നമ്മൾ വണ്ടിയിലുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ചായയുണ്ട്. ചായയോ കോഫിയോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളതും ഒക്കെ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ജ്യൂസും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒക്കെ തന്നിട്ടാണ് നമ്മളെ അകത്തേക്ക് ഇരുത്തുന്നത്.
നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ. പിന്നെ അതിനൊപ്പം തന്നെ പാട്ട്, ഡാൻസും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരും. നമ്മുടെ മാനേജേഴ്സായാലും ഹെഡായാലും ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഉച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് തിരക്ക് ഭയങ്കരമാണ്. വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അവരുടെ ചെയ്ത പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് പറയുന്നതും ടോപ്പിൽ വന്നവരെയൊക്കെ അനുമോദിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം താമസിക്കും. ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പം ഫുഡ് കഴിക്കാനൊക്കെ ഈ ഷുഗറൊക്കെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെയുള്ള ചേച്ചിയുണ്ട്, വീടിനടുത്തുള്ള ചേച്ചിയുണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ശരി നോക്ക് പോയി ഫുഡ് കഴിക്കാം. അപ്പം നമ്മൾ ബ്രാഞ്ചിൽ നിന്നുള്ളവർ പറഞ്ഞിട്ട് ഫുഡ് ഓപ്പൺ ആയിട്ടുണ്ട്, കഴിക്കാം. വലിയ ഹാളാണ്, അതും വലിയ ഹാളാണ്, പക്ഷെ അത്യാവശ്യം ചൂടുണ്ട് അതിനകത്ത്. പിന്നെ ഫുഡ് വെജും നോൺ വെജും എല്ലാം ഉണ്ട്, സലാഡും ഐസ്ക്രീം എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ ഫുഡ് ഭയങ്കര ചൂടാണ്, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ്. ഞാൻ ദൈവമേ, ഇത് ഫുള്ള് ചൂട്. ആ വലിയ ഹാളായതുകൊണ്ട് ഇച്ചിരി ചൂട് കുറവെങ്കിലും ചൂടുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ ചൂട്, ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇതെന്ത്. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ നിന്നൊക്കെ പിന്നെ കഴിച്ച്. അപ്പം അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഐസ്ക്രീം കഴിക്കാം. അപ്പം വലിയ ക്യൂ ആയി, ഐസ്ക്രീമിൻ്റെ അടുത്ത് വലിയ ക്യൂ ആണ്. ഒരു ഏരിയ മാത്രം കുറേ ഉണ്ടെങ്കിലും ആളുകളെല്ലാം കൂടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. എല്ലാവർക്കും ഈ ചൂട് കാരണം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലും പോയാൽ മതി. പക്ഷേ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചില വിരുദ്ധന്മാരും വിരുദ്ധത്തികളുണ്ട്, ഭയങ്കര ബുദ്ധിയാണ്. അവർക്ക് ക്യൂ ഒന്നും ഒരു പ്രശ്നമില്ല. അവർ നേരെ ഇങ്ങനെ വന്നിട്ട് അവരുടെ അടുത്ത് ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തേ എന്ന് പറഞ്ഞിട്ട് വാങ്ങി. ചിലർ രണ്ടെണ്ണം രണ്ട് കയ്യിലൊക്കെ പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന കാണാം. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടക്കേടാകും. കാരണം നമ്മൾ എത്ര നേരം കൊണ്ട് ക്യൂവിൽ നിന്നിട്ടാണ് അവിടം വരെ എത്തുന്നത്. അപ്പോൾ ഓരോരുത്തരും വന്ന് അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട്, അപ്പോൾ അത് കൊടുക്കുന്ന ആ കൊച്ചനും പറയുന്നുണ്ട്, ചേച്ചി ഇത്ര പേര് നിൽക്കുന്നില്ല, ക്യൂവിൽ നിൽക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവരൊന്നും കേൾക്കുന്നൊന്നുമില്ല. അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, അവർക്ക് കാത്തു നിൽക്കാനുള്ള സൗകര്യം ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അവരവിടെ നിൽക്കുന്നത്. അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ എന്ത് ചെയ്യാനാ, വേറെ ഏതെങ്കിലും പറയാൻ പറ്റും? ക്യൂ നിൽക്കലെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ എന്തിനാണ് വഴക്കുണ്ടാക്കേണ്ട കാര്യം ആർക്കും ഇല്ലല്ലോ. നമ്മൾ പിന്നെ കുറേ പേരൊക്കെ ഓരോന്നൊക്കെ പറയും, പക്ഷെ അവർക്കതൊന്നും ഒരു പ്രശ്നമില്ല. അവരത് വാങ്ങിച്ചുകൊണ്ടേ അവർ പോകത്തുള്ളൂ. പിന്നെ ഒരുത്തൻ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇത്രയും ക്യൂ ഒന്നാലോചിച്ച് 2-3 സൈഡിൽ നിന്നുള്ള ക്യൂ ഉണ്ട്. ആ 3 ക്യൂവും കൂടെ ഒരിടത്ത് വന്നിട്ട് 2 പിള്ളേരാണ് എടുത്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്ന 3 വലിയ ക്യൂവിൽ ഒരു കൂസലില്ല, നേരെ ഇങ്ങനെ വന്നിട്ട് അതെടുത്ത് കൊടുക്കുന്ന അടുത്തോട്ട് വന്നിട്ട് അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവരെയൊക്കെ അങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു മനസ്സാണ് അവർക്ക്. ഞാൻ ഇന്നലെ അത് തന്നെ ചിന്തിച്ച. കാരണം ഇത്രയും മനുഷ്യർ ഈ ചൂടത്ത് ഇത്രയും ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ ക്യൂ ഒന്നും ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞാൽ നേരെ ചെന്ന് വാങ്ങിച്ചിട്ട് പോകുകയെന്ന് പറയുമ്പോൾ, പോട്ടെ എന്തെങ്കിലും വയ്യാഴികയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മളത് അംഗീകരിക്കും. അപ്പോൾ ഒരു ചേച്ചി ഉണ്ട്, അപ്പോൾ ആ ചേച്ചിയുടെ ഇങ്ങനെ കൈ ഇങ്ങനെ മൂടിയിട്ടേക്കാണ്. അപ്പോൾ അപ്പോഴും പറയുന്നവർ പറയും, ഞാനൊന്നും പറയാൻ പോകത്തില്ല. കാരണം അവരങ്ങനെയാണ്, അവർ മര്യാദ ഇല്ല എന്നുള്ളത് അവർ തെളിയിച്ച് കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ കൂടെ നിൽക്കുന്നവർ എൻ്റെ കൂടെ നിന്ന് ചേച്ചിയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല, ഞാൻ ചിരിച്ച്. ഞാൻ പറഞ്ഞു അവർക്ക് ബുദ്ധിയുള്ളവരാന്ന് പറഞ്ഞു, അത്രയല്ലാതെ നമ്മളെന്ത് പറയാനാ ചേച്ചിയോട്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പുറകിൽ നിന്നവരൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കൈ വയ്യ, പ്ലാസ്റ്റർ ഇട്ടേക്കുവാന്ന് പറഞ്ഞു. കൈ വയ്യല്ലേ, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ എത്ര പേരങ്ങനെ വന്ന് ഐസ്ക്രീമിൻ്റെ അടുത്ത് വന്ന് വാങ്ങിച്ചെന്നറിയാം. ഞാൻ പിന്നെ അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചി നീ കുഞ്ഞെ തെള്ളും, അവർ പറഞ്ഞു കയറും, ഇടയ്ക്കൂടെ ഇടയ്ക്കും. എനിക്കാണെങ്കിൽ ഇങ്ങനെ പറയുന്നതേ എനിക്ക് ദേഷ്യമാണ്. കാരണം അത് അവരുടെ ഒരു അതിസാമർഥ്യമാണ്. അവരങ്ങനെയാണ്, ചെയ്യട്ടെ. നമുക്കൊരു 2 മിനിറ്റ് താമസിച്ചാലും നമുക്ക് കിട്ടുമല്ലോ. അപ്പം വേറൊരു സ്ത്രീ
അവരിങ്ങോട്ട് വന്നിട്ട് അവരുടെ മുടിയൊക്കെ ഇങ്ങനെ പറത്തിയിട്ടേക്ക് നല്ല രസമാണ് അവരെ കാണാൻ. നല്ല പൊക്കമൊക്കെ ഉള്ള ഒരു വണ്ണമൊക്കെയുള്ള സ്ത്രീ. അതെ, ഒരു 3 ഐസ്ക്രീം കൊണ്ട് എടുത്തേ. എപ്പുറത്തൂടാന്നറിയാം, ഈ 2 ക്യൂവിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് പറയാം, അതെ ഒരു 3 ഐസ്ക്രീം കൊണ്ട് എടുത്തേ. അപ്പം ഞാനോർത്ത്, അപ്പോൾ ഈ കൊടുക്കുന്ന ആൺപിള്ളേരാണ്, അവരോടാണ്. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താണ് ഇങ്ങനെ വന്നിട്ട് 3 ഐസ്ക്രീം അങ്ങോട്ട് എടുക്കാൻ പറയുന്നത്, ഇതിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഇവർ കാണുന്നില്ലേ? പിന്നെ ഇതൊരു കമാൻഡ് ചെയ്യുന്നത് എന്താണ്, ബായ് കുറേ ആൾക്കാരിവിടെ നിർത്തരുതോ എന്ന് ഇവർ പറഞ്ഞു വീണ്ടും. അപ്പോൾ ഈ ഇത് കൊടുക്കുന്ന ആ കൊച്ചൻ പറഞ്ഞേ, ഞാനേ മലയാളിയാണ്, അല്ല നിങ്ങൾ കുറേ ആളുകളോട് നിർത്തും, ഇവിടെ തിരക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശങ്ങളൊക്കെ നടത്തിയിട്ട് അവരവിടെ നിൽക്കുന്നേ. അപ്പോൾ ആ കൊച്ചൻ പറഞ്ഞു, ചേച്ചി ക്യൂ കയറി നിൽക്കാൻ പറഞ്ഞു. പക്ഷെ അവരവിടെ നിൽക്കാൻ, ഞങ്ങളപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങോട്ടിങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ അകത്തൊരു ചെറിയ ഹോളുണ്ട്, അവിടെയും 2-3 കൗണ്ടറൂടെ തുറന്നു. അപ്പോഴത്തേക്കും പിന്നെ ഈ ക്യൂവിലെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയി. ഞാൻ പിന്നെ മാനസയ്ക്ക് പിന്നെ എന്താ പറയുക, ഐസ്ക്രീം ഇടാൻ വരെ എത്തത്തില്ല. പിന്നെ ഞാനൊരു ഇതെടുത്ത്, കപ്പ് മാത്രം എടുത്ത്, അത് പിന്നെ എടുത്ത് ഞാൻ വെച്ചിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് പാക്കറ്റിലൊക്കെ കിട്ടിയതൊക്കെ ജ്യൂസൊക്കെ, അതൊക്കെ ഞാൻ എടുത്ത് ബാഗ് വെച്ച്. കാരണം വരുമ്പോൾ എൻ്റെ ബാഗൊന്ന് തപ്പും. അതുകൊണ്ട് അതൊക്കെ ഞാനെടുത്ത് ചീത്തയാവാത്തതാണല്ലോ കൊണ്ടുവരാൻ, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോയിരുന്നു. അപ്പം ബ്രേക്ക് വീണ്ടും കൊടുത്തു, എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് വന്നു. ആ സമയത്ത് പിന്നുള്ളത് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അഭിലാഷ് ടോമിയാണ് വന്നത്. അറിയാമല്ലോ അഭിലാഷ് ടോമി ആരാണ്. അപ്പോൾ അഭിലാഷ് ടോമി വന്നു. പുള്ളി ഹോണർ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് പേർക്ക് കൊടുത്തു. അപ്പോൾ പുള്ളിയുടെ കഥ, ആ പൈക്കപ്പലിൽ പോയ കഥ, അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെയുള്ള കാര്യങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി സ്റ്റാർട്ട് ചെയ്ത റേസായിരുന്നു. റേസിന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇടയ്ക്ക് വെച്ച് അപകടം ഉണ്ടായി. പിന്നെ ഫ്ലൈറ്റിലും ഹെലികോപ്റ്ററിലും ഒക്കെ കപ്പലിലൊക്കെ ആയിട്ട് പുള്ളി നാട്ടിൽ എത്തി. അപ്പം നട്ടലിന് 2-3 സ്ഥലത്ത് പൊട്ടൽ പോലെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നാട്ടിൽ വന്നു. പിന്നെ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം പുള്ളിക്ക് വീണ്ടും ചെയ്യണം. അപ്പം രാഷ്ട്രപതി പുള്ളിയെ കാണാൻ വന്നതും പിന്നെ പ്രധാനമന്ത്രി വിളിച്ചതും കണ്ടതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വീണ്ടും പുള്ളിക്ക് വീണ്ടും ഇങ്ങനെ തന്നെ പോകണം. പുള്ളി ജയിച്ചില്ലല്ലോ, ഫിനിഷ് ചെയ്തില്ല. അതിന് മുമ്പ് ആണ് ആ അപകടം ഉണ്ടായിട്ട്. പിന്നെയും പുള്ളിക്കാരൻ ഈ സ്പോൺസർ വേണം. സ്പോൺസറിന് അപ്പം ഗൾഫിലാണ്, UAE ആണ്, ഏതോ സ്ഥലമൊന്നും ഓർക്കുന്നില്ല, ഏതോ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു കോൾ വന്നിട്ട് 4 ലക്ഷം രൂപ, 4 കോടി, 4 ലക്ഷമല്ല 4 കോടി രൂപയും കണ്ട ചിലവ്. ഫുൾ എമൗണ്ടും അവിടുന്ന് ആ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ കൊടുത്തു. ഒരു അറബിയാണ്, കൊടുത്തിട്ട് ആണ് 2ാമത്തെ പ്രാവശ്യം റേസിന് പോകുന്നതും. അപ്പോഴുണ്ടായ കുറേ കൊടുങ്കാറ്റിൻ്റെ കാര്യങ്ങളും പുള്ളിക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം കടൽ എന്ന് പറയുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവാം. അപ്പം ആ കൊടുങ്കാറ്റെന്ന് പറയുമ്പോൾ ഭയങ്കര ഇതാണ്. 15 മീറ്റർ ഉയരത്തിലൊക്കെ ഉള്ള തിരമാലകൾ എന്നാണ് പുള്ളി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി, 15 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഉയരത്തിലാണ്. അപ്പോൾ അത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ച് അങ്ങനെ ലാസ്റ്റ് അതെല്ലാം കഴിഞ്ഞ് പുള്ളി സ്ഥലത്ത് വരുന്നു. സ്ഥലത്ത് വരുമ്പോഴത്തേക്കും പുള്ളിയുടെ കപ്പലിന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നു. പിന്നെ പുള്ളി എങ്ങനെയൊക്കെയാണത് എല്ലാം മാറ്റിമറിച്ച് ഇവിടം വരെ എത്തിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്ക് സെക്കൻഡാണ് കിട്ടിയത്, ഫസ്റ്റ് ഒരു സ്ത്രീക്കാണ് കിട്ടിയത്. തേർഡ് വേറൊരാൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ലാൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വന്നത് 2 ദിവസത്തേക്ക് മുമ്പേ ആണ് ഫസ്റ്റുകാരി വന്നത്. പുള്ളി 2 ദിവസം താമസിച്ചു പോയി, അങ്ങനെ സെക്കൻഡായി. അങ്ങനെ പുള്ളി കുറേ കാര്യങ്ങളിങ്ങനെ എൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരനൊരു കുഞ്ഞുണ്ടാകുന്നതും സ്കൂളിൽ പോകുന്നതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നതും എല്ലാം ഡീറ്റെയിലായിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചായ കുടിക്കാനുള്ള സമയം, നല്ല രസമായിരുന്നു ചായ കുടിക്കാനുള്ള സമയം. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ചായ കുടിക്കണ്ടേ, എല്ലാവരും ചായ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചായ കുടിക്കാൻ ചെന്നപ്പോഴും ഇങ്ങനെ നമ്മളെന്താണ് ക്യൂ ഉണ്ട്, ക്യൂവിൻ്റെ പുറകിൽ നിൽക്കുന്നു, കുറേ കൗണ്ടേഴ്സ് ഉണ്ട്, ക്യൂവിൻ്റെ പുറകിൽ നിൽക്കുന്നു. അപ്പോൾ ദേണ്ട്രാ വരുന്നു ഓരോരുത്തർ. അത് എനിക്കങ്ങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൂടെ അങ്ങ് നാണക്കേട് ആയിപ്പോൾ. നമ്മുടെ മലയാളി എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ കാണും ആളുകൾ എന്നൊക്കെയാണ്. കാരണം നമ്മൾ ക്യൂ നിൽക്കുന്ന കുറേ നിയമം ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ആൾക്കാർ നേരെ വരിക, ചായ എടുക്കുക. അപ്പം എൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു ചേട്ടനാണ് നിന്നത് കേട്ടോ. അപ്പം ഈ ചായ സെർവ് ചെയ്ത് തരുന്ന ചേച്ചി ചോദിച്ച് ചായ ആണോ കോഫി ആണോ ചോദിക്കുന്നുണ്ട്. അപ്പം ചായ ആണ് എന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി ആ ചായ എടുത്ത് അങ്ങോട്ട് വെക്കും. അങ്ങനെ ചേട്ടൻ ചായ എന്ന് പറഞ്ഞ് ചേട്ടൻ ഒഴിച്ചു വെച്ച ചായയും കൊണ്ട് വേറെ ഒരു സ്ത്രീ പോയി. കാരണം ചായ ചേട്ടൻ മേടിച്ച് വെച്ചിട്ട് ബിസ്ക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കൈ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ടൊരു കൈ വന്ന് ഈ ചായ എടുത്തുകൊണ്ടങ്ങ് പോയി. എനിക്കത് കണ്ടിട്ട് എന്തായാലും ഞാൻ പറഞ്ഞു ചേട്ടൻ്റെ ചായ എന്തോ പോകുന്നു പറഞ്ഞു. അത് ചേട്ടൻ ചിരിച്ചു. പിന്നെ ആ ചേച്ചി വേറെ ഓരോരുത്തർക്കും എടുത്ത് വെച്ചോണ്ടിരിക്കില്ല, എടുത്ത് തന്നു. അപ്പോൾ എൻ്റെ പുറകിലുള്ളത് ഞങ്ങളുടെ ഇവിടെ നിന്ന് വന്ന ചേച്ചി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരാണ്ടാ ചേച്ചിയുടെ ചായ തട്ടി ചേച്ചിയുടെ മേത്തൊക്കെ ഒഴിച്ചു. എന്ത് ചെയ്യാനാണ്? നേരെ ഒരു ക്യൂ നിന്ന ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് എല്ലാവർക്കും ഫുഡ് കഴിക്കുക. അതുപോലെ ഉണ്ട്, അതുപോലെ കൗണ്ടേഴ്സും ഉണ്ട്. പക്ഷെ ആളുകൾ ഈ തിക്കും തിരക്കുകയും ബഹളം വെച്ചും കഴിക്കാനുള്ള ഒരു ടെൻഡൻസിയും അതിൽ കിട്ടുന്ന എന്തോ ഒരു ആനന്ദവും ഉണ്ടോ എന്നറിയത്തില്ല ഇവരിത്രയധികം ഇങ്ങനെ അലമ്പ് കാണിക്കുന്നത്. അല്ലാതെ എന്താ പറയുക. അപ്പം ആർക്കും ഒരു മര്യാദ കൊടുക്കാത്ത മനുഷ്യരല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് എനിക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, കൈ വയ്യ അല്ലെങ്കിൽ കാല് വയ്യ, ഞാൻ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു മര്യാദ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ മര്യാദയില്ലാത്ത ഇവരൊക്കെ എങ്ങനെയായിരിക്കും അവരുടെയൊക്കെ കസ്റ്റമേഴ്സിനെ കാണുന്നത്? ഏത് രീതി എന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ അവരെ ക്യാൻവാസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ഇവരുടെ ഒരു ക്വാളിറ്റി എന്താണ്? ഇങ്ങനെ അതും നല്ല കണ്ടു കഴിഞ്ഞാൽ നല്ല ഇതായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വന്നിട്ട് ഒരു ഇതുമില്ലാതെ. എനിക്ക് വലിയ ക്യൂ ഒന്നുമില്ല ചില സമയത്ത്. ഞങ്ങളുടെ ചായയുടെ ക്യൂ എന്നൊക്കെ വളരെ കുറവേ ഉള്ളൂ. എന്നിട്ടും അവിടെയും വന്നിട്ട് ഞങ്ങളിങ്ങനെയാണ്. എന്ത് ക്യൂ, ഏത് ക്യൂ? കുറേ ആളുകളുണ്ട്. നമുക്കിപ്പോൾ പറയാം, ഒരു പ്രായമാകുമ്പം ചില ആളുകൾ എങ്ങനെയാണ്. ഇവിടെ അങ്ങനെ വലിയ പ്രായമുള്ള ആൾക്കാരൊന്നുമില്ല, അത്ര വലിയ. പക്ഷെ ഞങ്ങളിങ്ങനെയാണ്. അങ്ങനെയുള്ളവരോട് നമുക്ക് ഒരു വെറുപ്പോ എന്തോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇച്ചിരി ആഹാരത്തിന് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി എല്ലാവരും അങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ നാളെ നമ്മളെ ഒരു എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ നമ്മളെ ചവിട്ടി നമ്മുടെ തലയിൽ കൂടെ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആൾക്കാർ. ചിലരാണെങ്കിൽ നമ്മളിങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമ്മളങ്ങ് തള്ളും. എൻ്റെ കൂടെയുള്ള ചേച്ചിക്ക് എവിടെ നിന്നൊക്കെയോ കുറേ തള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ഈ തള്ളി മറിച്ച് പോകുന്നത്? ഇതിന് മാത്രം അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ക്യൂവിനകത്തിലാണെങ്കിലും തള്ളൽ. എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത്? എനിക്കറിയത്തില്ല. നമ്മൾ അതിലൊക്കെ എന്തോ ഒരു ഭാഗം ആളുകൾ ഇങ്ങനെയാണ്. അവർക്കൊന്നും ഒരു കാര്യമൊന്നും ഇല്ലെങ്കിലും തള്ളുക. ഇന്നലെ തന്നെ എൻ്റെ കൂടെയുള്ള ചേച്ചി ഇന്നലെ തട്ടി വീഴേണ്ടതായിരുന്നു, എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ആ ചേച്ചി വേണം. കാരണം ഒരുത്തി വന്നിട്ട് ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞിട്ട് ആരോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് നേരെ വന്ന് ഈ ചേച്ചി തട്ടി ഇട്ടോട്ട് ഒറ്റ തട്ട്. ആ ചേച്ചിയാണെങ്കിൽ പെട്ടെന്ന് എന്നെ കയറി അങ്ങ് പിടിച്ച്. എന്നിട്ട് അവരൊന്നും എനിക്ക് ഞാൻ ഒരാളെ തട്ടി, അയ്യോ അവരിപ്പം വീണേനല്ലോ അപ്പോൾ സോറി അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ടെങ്കിലും ഞാൻ തട്ടും എന്നുള്ള രീതി തട്ടിയിട്ടങ്ങ് പോകണം. ഓരോ മനസ്സിൻ്റെ ഉടമകൾ, ഓരോ മനസ്സേ എന്നൊക്കെ പറയാം. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്താണ് ഇവർക്ക് അതിലിപ്പം കൂടുതലായിട്ട് കിട്ടുന്നത് എടുക്കുന്നതൊന്നും അറിയത്തില്ല. വളരെ മോശമായ കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ പലരെയും കണ്ടുപിടിക്കുകയാണ്. ഇതൊക്കെ നമ്മളൊരു ഡീസൻസി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ചിലർ കണ്ടിട്ടില്ല, എന്തെങ്കിലും നമ്മളൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ച് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണ്. ചിലർ പിന്നെ അങ്ങോട്ട് വാതോരാതെ അങ്ങോട്ട് സംസാരിച്ച് കളയും നമ്മളോട്. അതും ഇതും കിളിച്ചതും മുളച്ചതും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. കുറേ മനുഷ്യരുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും ആയാലും ഉണ്ട്, കിളിച്ചതും മുളച്ചതും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നോടിങ്ങനെ ആരെങ്കിലും ചോദിക്കും, ഞാൻ ഇതെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യം എന്തിനാണ് എന്നോട് ചോദിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ എനിക്ക് അവരോട് സംസാരിക്കാൻ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. ചിലർ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആ ഒരു രീതി തന്നെയാണ് ഈ ഫുഡ് കഴിക്കുന്നിടത്ത് ക്യൂ ഇല്ലാതെ കിടന്ന് തള്ളി അവിടെ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകാം, ഞങ്ങൾക്ക് ക്യൂ ഒന്നും ബാധകമല്ല. ഇതൊക്കെ ഓരോ മനസ്സിൻ്റെയും കുറേ വികലതകൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ
അങ്ങനെ നമ്മൾ ഒരാളെ ഇത് ചെയ്തുകൊണ്ട് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് എന്താ കാര്യം സാധിക്കാറുള്ളൂ? എല്ലാവർക്കും ഒരു മനസ്സാക്ഷിയുള്ളവർ തന്നെയാണ്. മനസ്സാക്ഷി ഇല്ലാത്തവരൊക്കെ കാണുമായിരിക്കും, ഇങ്ങനെ പറയുന്ന ഒരു മനസ്സാക്ഷിയില്ല. പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളും കാണും. എങ്കിലും ഒന്ന് വയ്യ, ഒരു ഗ്ലാസ് ഞാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ എനിക്കൊരു പ്ലേറ്റ് എടുത്തു തരുമോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന മനസ്സൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ചെയ്യുന്നവരെ കൊണ്ട് പോലും ചെയ്യിപ്പിക്കാത്ത രീതിയിൽ ഇനി അവരാരെയും സഹായിക്കരുത് ഈ രീതിയിൽ പെരുമാറുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരിടത്തും നമുക്കൊരു മോശമായ ഒരു അനുഭവം ഉണ്ടായാൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ ആ നല്ല മനസ്സോടെ മാറ്റി വയ്ക്കും, എന്തിനാന്ന് ചിന്തിക്കും അല്ലേ? ബാക്കി അടുത്തതിൽ.